ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്, പെൻസിൽ പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണല്ലോ ഈ പൗച്ച്. കാരണം ഇപ്പോൾ സ്കൂളെല്ലാം തുറന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഭയങ്കര ഈസി സ്റ്റെപ്സ് ഇതാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഷീറ്റ് പോലെ എന്തെങ്കിലും വേണം, ഫയൽ പോലത്തെ സംഭവം ഇതുപോലത്തെ. അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഏതെങ്കിലും ഷീറ്റാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തേക്കുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു സിസേഴ്സ് വേണം, പിന്നെ ക്ലിയർ ടേപ്പില്ലേ, ക്ലിയർ ടേപ്പ് വേണം, പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് വേണം, പിന്നെ ഡെക്കറേറ്റീവ് സ്റ്റിക്കേഴ്സോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സീ വേൾഡിൻ്റെ ഒരു തീമായിട്ടുള്ള ഒരു സ്റ്റിക്കേഴ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് തീമായിട്ടുള്ള സ്റ്റിക്കേഴ്സ് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതെടുത്തതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഷീറ്റ് എടുക്കണം. ഈ ഒരു ഷീറ്റ് എടുത്ത ശേഷം ഇതുപോലൊരു സിസേഴ്സും എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, ഇങ്ങനെ ഓപ്പൺ ആവാത്ത ഈ ഒരു ഭാഗം വിധം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ കേർവ് പോലെല്ലാം വന്നിട്ട് നമുക്കിങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും വീതിയിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ചെറിയൊരു ഇതുപോലെയാണ് വന്നേക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ രസം കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറും എടുക്കാം, പക്ഷേ ഇതാണ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കല്ലേ, ആ സൈഡെല്ലാം നമ്മൾ ക്ലിയർ ടേപ്പ് കൊണ്ട് നമുക്കിത് ഞാൻ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സൈഡെല്ലാം നല്ല സെക്യൂറായിട്ട് ഇങ്ങനെ ടേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ മടക്കി കൊടുക്കണം. നമുക്കിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇരിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇത് ഉണ്ടാക്കുന്ന കാര്യം. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവും അങ്ങനെല്ലാം ചെയ്യണം. അതിന് മുമ്പ് ഇത് നമ്മളിങ്ങനെ തുറന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ബാഗിലെല്ലാം ആവില്ല. അതുകൊണ്ട് ഇവിടെ ചെറിയ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ ഗൈസ്, ഞാനൊരു ചെറിയൊരു പീസായിട്ടുള്ള ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗമില്ല, മണ്ടലത്തെ ഭാഗം അവിടോട്ട് ഒട്ടിച്ച് കൊടുക്കണം. സെൻറ്ററിലായിട്ട് ഇതുപോലെ ഇവിടെ ആയിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ട്, ഞാൻ ക്ലിയർ ഡബിൾ സൈഡ് ടേപ്പാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് കുറച്ചും കൂടെ നല്ല രസമാണ്. അതേ ഉള്ള എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ അങ്ങോട്ട് ഇളക്കണം. കുറച്ച് പാടുപണിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പൗച്ച് റെഡിയാണ്. ഇനി നമുക്ക് കുറച്ച് ക്യൂട്ട് ആവാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സീ വേൾഡിൻ്റെ സ്റ്റിക്കേഴ്സാണ് എടുക്കുന്നത്. കുറച്ചും കൂടെ ക്യൂട്ടാക്കാം നമ്മുടെ പൗച്ച്.